മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള വെള്ളം മുട്ടിച്ച ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം. ഹാർബറിലെ ശൗചാലയങ്ങളിൽ പോലും വെള്ളമില്ലാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു. നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ മീൻ പിടിക്കുന്ന പൊന്നാനി ഹാർബറിലെ ജലവിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. ബോട്ടുടമകൾ ഹാർബറിന് നൽകേണ്ട തുക നൽകുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് ജലവിതരണം മുട്ടിച്ചത്. ബോട്ടുകൾക്ക് പുറമെ ഹാർബറിലെത്തുന്നവർ ആശ്രയിക്കുന്ന ശൗചാലയത്തിലും ജലവിതരണം തടസ്സപ്പെട്ടു. ഇവിടെ വെള്ളമില്ലാതായിട്ട് ആഴ്ചകളോളായി. ഇത്രയും വലിയ ബോട്ട് എടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് തൊഴിലാളികൾ കുടിക്കാനും മറ്റുള്ള എല്ലാം മനുഷ്യൻ്റെ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളങ്ങളുള്ള ഒരു കംഫർട്ടേഷൻ ഉണ്ട്. അതിനകത്ത് വെള്ളമില്ല. ഇതിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കംപ്ലീറ്റ് പണിയെടുക്കുന്നത്. അവർ കടലിൽ നിന്ന് ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് അവർ നടക്കൽ. കുടിക്കാൻ വെള്ളം കിട്ടാനില്ല. കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഫിൽറ്റർ ചെയ്യാത്ത നാറിയ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം, എന്നിട്ട് ഇപ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളം കുപ്പി വെള്ളം വാങ്ങിയിട്ടാണ് ജനങ്ങൾ കുടിക്കുന്നത്. ഇതുവരെ പറയും നല്ല വെള്ളമാണ്. ഈ വെള്ളത്തിൽ വളരെയധികം പുഴുക്കളും മറ്റുള്ള കൃമികളെല്ലാം നിറഞ്ഞ വെള്ളമാണ് ഇവർ പമ്പ് ചെയ്ത് വിടുന്നത്, ആ ടാങ്കി വൃത്തിയാക്കാത്തതുകൊണ്ട്. മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ ബോട്ടുകൾ ഹാർബറിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇതുമൂലം മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ചെറിയ ബോട്ടുകൾക്ക് ഹാർബറിൽ നങ്കൂരമിടുവാനും കഴിയുന്നില്ല. ഇതിനിടെയാണ് ഇരുട്ടടിയായി ഹാർബർ പരിപാലന ചുമതലയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം ജലവിതരണം നിർത്തിയത്. ഇത് പെട്ടെന്ന് വന്നിട്ട് വെള്ളം ബ്ലോക്കാക്കണം. ഈ വെള്ളം ബ്ലോക്ക് ആക്കുന്നത് കൊണ്ട് ഈ കിടക്കുന്ന തൊഴിലാളികൾ ഞങ്ങളോടൊന്നും ചോദിക്കുന്നു, ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, കുളിക്കാൻ പറ്റണില്ല. കടലിൽ 2 ദിവസം 3 ദിവസം കിടന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിലാണ് ഞങ്ങൾ കുളിക്കേണ്ടതെന്നാണ് ഈ ആളുകൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ, ഈ ബോട്ടുകൾ കുടിക്കാൻ പറ്റാത്ത കുറേ പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചെറിയ ബോട്ടുകൾ വന്നു കഴിഞ്ഞാൽ മീൻ ഇറക്കാൻ പറ്റാത്ത പ്രയാസം, വലിയ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിപ്പോണ പ്രയാസം. കാരണം ബോട്ടുകൾ കൊണ്ട് കെട്ടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൊന്നാനി ഇതുവരെ ചെയ്തിട്ടില്ല. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഉള്ള കുടിവെള്ളവും മത്സ്യബന്ധനം കഴിഞ്ഞെത്തുന്ന ബോട്ടുകൾ ശുചീകരിക്കുന്നതിനും ലേലഹോൾ ഉൾപ്പെടെ വൃത്തിയാക്കുന്നതിനും ആവശ്യമായ പൈപ്പ് ലൈൻ വഴിയുള്ള വിതരണമാണ് മുടങ്ങിയത്. നേരത്തെ ലേലഹോൾ യഥാസമയം ശുചീകരിക്കാത്തതിനാൽ മത്സ്യാവശിഷ്ടങ്ങൾ കെട്ടിക്കിടന്ന് പുഴുവരിച്ചിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞെത്തുന്ന ഒരു ബോട്ടിൽ നിന്ന് 50 രൂപയാണ് ഈടാക്കാറുള്ളത്. എന്നാൽ ചില ബോട്ടുടമകൾ ഈ തുക നൽകാറില്ലെന്നതും വസ്തുതയാണ്. വിരലിലെണ്ണാവുന്ന തുക നൽകാത്തതിൽ മറ്റുള്ള ബോട്ടുകാർ ഉൾപ്പെടെ പ്രയാസത്തിലായിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസ് പൊന്നാനി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.